സുഹൃത്തായിട്ടും ഒന്നിച്ച് നിഴൽ പോലെ സഞ്ചരിച്ച ഉദ്ധവനിത് വിട്ടുപിരിയുമ്പോൾ ഭഗവാനോട് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് രതിസ്യാൽ അനപായിനി, അവിടുത്തെ പാദത്തിൽ ഇനിയും രതിയുണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ എന്നാണ്. ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരയിൽ വന്ന് പിന്നീട് ഭഗവാൻ വിട്ടുപിരിഞ്ഞ വിരഹതാപവുമായി കഴിയുന്ന ഗോപികമാരുടെ അടുത്തേക്ക് ഉദ്ധവൻ ചെന്നപ്പോൾ ഉദ്ധവനോട് ഗോപികമാർ പറഞ്ഞയച്ചതായ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: രതിർന്ന കൃഷ്ണ ഈശ്വരേ, ഞങ്ങൾക്ക് ആ കൃഷ്ണനിൽ രതിയുണ്ടാവണേ, കൃഷ്ണനിലുള്ള പ്രേമം ഞങ്ങൾക്കിത് ഒരിക്കലും മതിയാവണില്ല, കൃഷ്ണനെ സ്നേഹിച്ച് ഞങ്ങൾക്ക് മതിയായിട്ടില്ല. ഇങ്ങോട്ട് കൃഷ്ണനെ സ്നേഹിക്കാൻ, ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സമയമില്ല എന്നറിയാം. മധുരയിൽ പോയിട്ട് പല ഭരണകാര്യങ്ങളിലൊക്കെ ഭഗവാൻ തിരക്ക് പിടിച്ച് ഓടി നടക്കുകയാണെന്ന് വെച്ചാലും കൃഷ്ണനെ സ്നേഹിക്കാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതായ പ്രാർത്ഥന പോലെ ഭക്തിയുടെ ആ ഉദാത്ത ഭാവത്തിലേക്ക് ഭഗവാനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അവസ്ഥ, ഭഗവത് നാമങ്ങൾ ജപിക്കാതെ കണ്ടിരിക്കാൻ പറ്റാത്തതായ അവസ്ഥ, ആ ഭഗവത് പ്രേമം, അതിനുവേണ്ടിയാണ് ഭാഗവത പ്രാർത്ഥന. അതിനുള്ള എളുപ്പവഴി നാമ സങ്കീർത്തനം തന്നെ. ആ നാമസങ്കീർത്തനത്തിന് എപ്പോഴും സാധിക്കണേ, ഈ നാവിൽ എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ അങ്ങനെ ഉരുവിടാൻ സാധിക്കണേ. നാമം ജപിച്ച് അവിടുത്തെ നമസ്കരിച്ചുകൊണ്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഭാഗവതത്തിന്റെ സമർപ്പണം. ആ സമാപന ശ്ലോകം കൂടി നമുക്ക് ഇവിടെ പ്രാർത്ഥനയിൽ ചൊല്ലാം. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജ്ഞായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വന്നോ യഥാ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. എന്നിങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ 12ാം സ്കന്ധത്തിലെ അവസാന ശ്ലോകങ്ങൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യണത്. പിന്നെ ഭഗവതിയെയും അയ്യപ്പനെയും ശിവനെയും എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഭാഗവതത്തിനൊരു തുടക്കം കുറിക്കല് പതിവ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിയും വ്യാസം തതോ ജയമുദീരയേൽ എന്നെല്ലാം ഭാഗവതത്തിൽ തന്നെ എല്ലാ ദേവീദേവന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം, വിഘ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി വിഘ്നേശ്വരനോട് പ്രത്യേകം എത്തമിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു മഹായജ്ഞം തുടങ്ങാൻ എന്ന് മഹാത്മ്യത്തിൽ വേദവ്യാസൻ സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മളും ഇന്നലെ മിനിയാന്നുമായിട്ട് കുറച്ചു നേരം ഭാഗവത സാഗരത്തിൽ നമ്മളിങ്ങനെ ഒരു നീന്തൽ പഠിച്ചു എന്ന് പറയാം. നീന്തൽ വശായി എന്ന് പറയാൻ പറ്റില്ല. ഭാഗവതമാകുന്ന സാഗരത്തിൽ ഇറങ്ങിയിട്ടൊന്നും ഇങ്ങനെ നീന്താനായിട്ടൊരു പഠിക്കൽ, എന്നാലും വേണ്ടില്ല, നീന്തൽ പഠിക്കുമ്പോൾ തന്നെ രസമാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ അച്ഛൻ കൈയൊക്കെ വിട്ട് നീ അങ്ങോട്ട് നീന്തിക്കോ എന്ന് പറയുമ്പോൾ ആദ്യം മുങ്ങിച്ചാലും വെള്ളം കുടിപ്പിച്ചാലും വേണ്ടില്ല, വശായ പിന്നെ രസമാണത്. എന്നമാതിരി ഭാഗവതത്തിൻ്റെ ഒരു പഠനം നീന്തൽ വശാക്കുന്നത് മാതിരി പഠനം തന്നെ രസമാണ്. പഠിക്കാനത്തെ കാര്യം പറയാനില്ല, പാടാനും കേൾക്കാനുമുള്ളതായ അതിൻ്റെ ഒരു ആസ്വാദനം, ആ ഒരു രസം അതൊന്ന് വേറെയാണ്. ഏതായാലും ചെറിയൊരു ബേസിക് കോഴ്സ് മാതിരി മിനിയാന്നൊരു മഹാത്മ്യമായിട്ടും ഇന്നലത്തെ ഒരു ഹാഫ് ഡേ ക്ലാസ്സുമായിട്ടും നമ്മളിത് കുറച്ചു നേരം ആ ഭാഗവത കഥകളിൽ കൂടി സഞ്ചരിച്ച് കൃഷ്ണ ഭഗവാന്റെ അവതാര കഥകളിലേക്ക് എത്തിച്ചേർന്നു. കൃഷ്ണാവതാരത്തിന് ശേഷമുള്ള ഉണ്ണിയായി വെണ്ണയ്ക്ക് കൈ നീട്ടി വികൃതിയും കാണിച്ച് ഓടക്കുഴലും വിളിച്ച് ഗോപികമാരുടെ കൂടെ അവരെയെല്ലാം ഗേൾഫ്രണ്ടായി അവരോടൊപ്പം പാട്ടും പാടി നടന്നതായ ഭഗവാന്റെ മധുര വൃന്ദാവൻ ലീലകൾ, അവിടുന്ന് അങ്ങോട്ട് മധുര ലീലകൾ, പിന്നെ ദ്വാരകയിലേക്ക് ഭഗവാൻ കല്യാണത്തിൻ്റെ മുമ്പേ ആയിട്ട് താമസം മാറ്റിയിട്ട് അവിടെ വെച്ച് രുക്മിണിയെ കല്യാണം കഴിച്ചതായ കഥകൾ, അങ്ങനെ കല്യാണകൃഷ്ണനായ ഭഗവാന്റെ പിന്നീടുള്ളതായ പാണ്ഡവരുടെ കൂടെയുള്ള ഇന്ദ്രപ്രസ്ഥത്തിലെ മഹായാഗത്തിൽ പങ്കുകൊണ്ടതായ അഗ്രിയാസന പുര്യാദികൾ, കുരുക്ഷേത്ര യുദ്ധത്തിൽ സാരഥിയായി പാണ്ഡവരെ വിജയിപ്പിച്ച് ദ്വാരകയിൽ വന്ന് വിശ്രമിക്കുമ്പോഴാണ് കൂട്ടുകാരൻ്റെ സുധാമാവിൻ്റെ അവിലുമായിട്ടുള്ള വരവ്, ആ അവിലിൻ്റെ കഥ, കുചേലൻ്റെ കഥ, പിന്നെ അർജുനനും
ഏതാപത്തുകളിലും ഭഗവാൻ ഒപ്പം നിന്ന് കുരുക്ഷേത്ര യുദ്ധത്തിലും അർജുനനെ ഭഗവാൻ വിജയിപ്പിച്ചുവെങ്കിലും ഭഗവാൻ എന്നെ വിജയിപ്പിച്ചു എന്ന് മറക്കാനിട വന്നു. അർജുൻ്റെ ഉള്ളിൽ ഞാൻ വിജയിച്ചു, എൻ്റെ മിടുക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഭഗവാൻ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മിടുക്ക് കുറച്ച് ആവശ്യമാണ്, പക്ഷേ ആ മിടുക്കിൻ്റെ പിന്നിൽ എന്നോടുള്ള ഭക്തിയും കൂടി വേണം. ആ ഭക്തി ഇല്ലാത്തതായ ആത്മവിശ്വാസം അത് അഹങ്കാരത്തിന് കാരണമായി തീരും. അങ്ങനെ അർജുനന് ചെറിയൊരു അഹംഭാവം വന്നപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു സന്താന ഗോപാല കഥ. ബ്രാഹ്മണന്റെ ഉണ്ണികളെ ഭഗവാൻ തന്നെ കൂടെ ചെന്ന് വൈകുണ്ഠത്തിന് തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചതായ ആ സന്ദർഭത്തിലാണ് അർജുനൻ പ്രഖ്യാപിച്ചത്, യൽ കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം. എൻ്റെ പൗരുഷം എന്ന് ഞാൻ വിചാരിച്ചത് തെറ്റായിപ്പോയി. സത്യത്തിൽ എൻ്റെ പൗരുഷം പുരുഷോത്തമനായ ഭഗവാൻ ഉള്ളിൽ ഇരുന്ന് അനുഗ്രഹിച്ചത് കൊണ്ടാണ്. ആ പുരുഷോത്തമനായ ഭഗവാൻ പുരുഷന്മാരുടെ ഉള്ളിലല്ല, സ്ത്രീകളുടെ ഉള്ളിലുണ്ട്, മരങ്ങളുടെ ഉള്ളിലുണ്ട്, സർവചരാചരങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ചൈതന്യം ഉള്ളിലില്ല എങ്കിൽ ഈ ലോകത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള വിജയവും കൈവരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വിജയിച്ചതല്ല, എന്നെ ഭഗവാൻ വിജയിപ്പിച്ചതാണ് എന്ന് അർജുനന് ആ ഒരു അനുഭവം കൊടുത്തതായ കഥയാണ് സന്താനഗോപാലൻ. ആ സന്താനഗോപാലൻ വരെയുള്ള 90 അധ്യായങ്ങളായി വളരെ ശ്ലോകങ്ങളായി അധ്യായങ്ങളായി നീണ്ടുകിടക്കുന്നതായ കൃഷ്ണ ചരിത്രമാകുന്ന ദശമ സ്കന്ധം, 10ാമത്തെ സ്കന്ധം, നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയതായ 10ാമത്തെ സ്കന്ധം. പിന്നെ 11ാമത്തെ സ്കന്ധത്തിലാണ് മുക്തി. എന്താണ് മുക്തി? മുക്തി എന്നുള്ളതിൻ്റെ ഒരു പര്യായ പദമാണ് മോക്ഷം. മോക്ഷം എന്നുള്ളതിൻ്റെ മറ്റൊരു പര്യായ പദമാണ് മോചനം. മോചനം എന്നുള്ളതിൻ്റെ മറ്റൊരു പര്യായ പദമാണ് സ്വാതന്ത്ര്യം. എന്താണ് ആ സ്വാതന്ത്ര്യം? എങ്ങനെയാണ് നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരായി തീരുക? നമ്മളെ ഇപ്പോൾ പാരതന്ത്ര്യത്തിലേക്ക്, അടിമത്വത്തിലേക്ക് അധപ്പതിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തിനിടയിൽ അടിമകളായി തീർന്ന ഇന്ത്യക്കാരായ നമ്മൾ 1947 ഓഗസ്റ്റ് 15-ാം തീയതി സ്വതന്ത്രരായി. അത് ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്നുള്ളതായ സ്വതന്ത്രരാവലായിട്ടുള്ളൂ. ശരിയായ സ്വാതന്ത്ര്യം എന്താണ്? നമ്മളെ തന്നെ പിടികൂടിയ കർമ്മങ്ങളാകുന്ന മുതലപ്പിടുത്തത്തുനിന്ന് രക്ഷപ്പെടലാണ് ശരിയായ സ്വാതന്ത്ര്യം. അങ്ങനെ സ്വതന്ത്രരാവാൻ നമുക്കിവിടെ ചാൻസ് ഉണ്ടോ? ഈ മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നേടാനുള്ളതായ അവസരമുണ്ടോ എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അവസരമുണ്ട്. എങ്ങനെ ആ സ്വാതന്ത്ര്യം നേടാം? ആ സ്വാതന്ത്ര്യം നേടാൻ പാകത്തിനുള്ള ജീവിതം എങ്ങനെ നയിക്കണം? അതിനുള്ള യോഗമാർഗം എന്താണ്? ഇതാണ് ഉദ്ധവന്റെ ഭഗവാനുള്ളതായ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭഗവാന്റെ ഉദ്ധവനുള്ളതായ ഉപദേശം. ആ ഉദ്ധവോപദേശം 23 അധ്യായങ്ങളോളം നീണ്ടു നിൽക്കുന്ന 11ാമത്തെ സ്കന്ധം. 11ാമത്തെ സ്കന്ധത്തിൽ 31 അധ്യായമാണ്. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ യാദവ കുലം തന്നെ നശിക്കാനുണ്ടായ കാരണകഥ, ബ്രാഹ്മണ ശാപത്തിന്റെ കഥ. പിന്നെ 4 അധ്യായങ്ങളെ കൊണ്ട് നവയോഗികളുടെ ഉപദേശം, ഭാഗവത ധർമ്മങ്ങളെ കുറിച്ചുള്ളതായ വിവരണം. പിന്നെയാണ് ഉദ്ധവൻ ഭഗവാന്റെ കാലത്തിൽ നമസ്കരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഗീതോപദേശം എന്ന പോലെ ഉദ്ധവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുള്ള ഭഗവാന്റെ ഉദ്ധവോപദേശം. 29ാമത്തെ അധ്യായത്തിലാണ് ഉദ്ധവനെ ഭഗവാന്റെ പാതുകകള്, ഭഗവാനെ വഹിച്ചു നടന്നിരുന്നതായ ആ സ്വർണ്ണ മെതിയടികള് അത് പ്രസാദമായിട്ട് കൊടുത്ത ഉദ്ധവനെ ബദ്രികാശ്രമത്തിലേക്ക്, ഹിമാലയ തപോവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. പിന്നെ 30-31 അധ്യായമായിട്ടാണ് ഭഗവാന്റെ സ്വധാമഗമനം. ബ്രാഹ്മണ ശാപത്താൽ യാദവര് തമ്മില് തല്ലുകൂടി നശിക്കുന്നതും ദ്വാരക കടലിൽ താണുപോകുന്നതും ഭഗവാൻ ഈ ഭാഗവതത്തിലേക്ക് തൻ്റെ ചൈതന്യത്തെ ലയിപ്പിക്കുന്നതുമായ ആ ഭഗവാന്റെ സ്വധാമഗമനം. പിന്നെ 12ാം സ്കന്ധത്തിൽ 13 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ 4 അധ്യായങ്ങളെ കൊണ്ട് കലിയുഗത്തിന്റെ ചരിത്രത്തെയാണ് വിവരിക്കുന്നത്. കലിയുഗത്തിന്റെ ആരംഭത്തിലാണ്
ശ്രീശുഖ മഹർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. കലിയുഗം ഇറങ്ങിയിട്ട് 30 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടുകളില്, സഹസ്രാബ്ദങ്ങളില്, കലിയുഗത്തിന്റെ വരും ലക്ഷക്കണക്കിനുള്ളതായ വർഷങ്ങളില് എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആ 12-ാം സ്കന്ധത്തിലെ ആദ്യ 4 അധ്യായങ്ങളെ കൊണ്ട് പ്രതിപാദിച്ചത്. പിന്നെ പരീക്ഷത്തിന് ബ്രഹ്മോപദേശം ചെയ്ത് അദ്ദേഹത്തിനെ തക്ഷകന്റെ കടിയേൽക്കുമെന്നുള്ള മരണ ഭയം തീർത്ത് ഗുരുനാഥനായ ശ്രീശുഖ ബ്രഹ്മർഷി അനുഗ്രഹിക്കണു. പിന്നെ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മാർക്കണ്ഡേയന്റെ കഥയും കൂടിയും പറഞ്ഞുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ ഒരു സമർപ്പണം 333 അധ്യായങ്ങളായിട്ട് വിവരിച്ച കാര്യങ്ങളൊക്കെ 334-ാമത്തെ അധ്യായത്തില് ഒരു സംഗ്രഹമായിട്ട് പറയാനുണ്ട്. 12-ാം അധ്യായം സംഗ്രഹാധ്യായം. പിന്നെ ഒരു മംഗളാധ്യായത്തോടു കൂടിയിട്ടാണ് ഈ ഭാഗവതത്തിന്റെ ഒരു സപ്താഹ സമാപനം. നമുക്കിവിടെ ഇന്നലെ കൃഷ്ണ അവതാരങ്ങളെല്ലാം ചുരുക്കി പറയുന്ന ആദ്യ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് മുൻപായിട്ട് കൃഷ്ണ അവതാരം വായിച്ച് നിർത്തി. ഇനിയും അധ്യായങ്ങൾ വായിക്കാച്ച കുറെ അധ്യായങ്ങളുണ്ട്. എല്ലാ അധ്യായങ്ങളും വായിച്ച് ഭാഗവതത്തിന്റെ ഒരു കോഴ്സ് എന്ന് പറയുന്നതാണ് ഈ സപ്താഹം. സപ്താഹത്തിനുള്ളതായ ഒരു പ്ലാൻ നമ്മൾ ചെയ്തിട്ടില്ല. 3 ദിവസങ്ങളായി ഒരു 10-12 മണിക്കൂറായി ഉള്ളൊരു രീതിയിലാണ് ഭാഗവതത്തെ നമ്മളിപ്പോൾ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പം ഇന്നും ഉച്ചയ്ക്ക് ഒരു 12:30 വരെ 2 മണിക്കൂറോളം ഇനി നമുക്കുണ്ട്. ഒന്നിരണ്ട് അദ്ദേഹം വായിക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്ലോ ഈ പറയണത് കേട്ട് മനസ്സിലാക്കണം. എൻ്റെ ഒരു ശ്രദ്ധ പറയണതിൽ ശ്രദ്ധ പോയവനെ കേൾക്കണേ ശ്രദ്ധ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം ഒരു അധ്യായം വായിക്കലാവാനി പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ അതൊരു കാര്യം ചെയ്യാം. ഇതിൽ തന്നെ ഉദ്ധവനോട് പറയണതായ ഒരു അധ്യായമുണ്ട്. അധ്യായത്തിൻ്റെ ഒരു ദശമാസ്കന്ധത്തിൽ 21-ാമത്തെ അധ്യായം ഭഗവാന്റെ മുരളീഗാനമാണ്. ഓടക്കുഴലെടുത്ത് ഭഗവാൻ വിളിക്കുന്ന വിളി കേട്ട് ഗോപികമാരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ആ പാട്ട് കേട്ട് എത്തിച്ചേരുന്ന രംഗങ്ങൾ. ഭഗവാനെ മുരളി ഗാനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രകൃതിയുടെ പരിണാമത്തെ കുറിച്ച് അവരിത് വീക്ഷിക്കണത്. ആ മധുരമായ വേണുഗാനം പ്രകൃതിയെപ്പോലും കോൾമയിർ കൊള്ളിക്കുന്നു. അതായത് ഗോപികമാര് കാണണത് ഭഗവാന്റെ മുരളീഗാനം അങ്ങനെ കാതുകൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവർ കണ്ണുകൊണ്ട് കാണുന്നതായ കാഴ്ചകൾ, ആ കാഴ്ചകളെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. യമുന നദി അങ്ങനെ ഒഴുകി 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 നദിയായ തന്റെ നാഥനായ സമുദ്രത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് ആ പ്രവാഹം. പക്ഷെ ഇപ്പൊ യമുനയ്ക്ക് സമുദ്രത്തിലേക്ക് എത്തണമെന്നുള്ളതായ ആഗ്രഹമില്ല. സമുദ്രം നദിയുടെ ഭർത്താവാണ് എന്ന് കവികള് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക്, തന്റെ നാഥന്റെ അടുത്തേക്ക് നദി യമുന ഒഴുകി പോകുന്നതിനിടയിലാണ് യമുനാ തീരത്ത് നിന്ന് ഭഗവാന്റെ ഈ വേണുഗാനം കേൾക്കുന്നത്. ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ യമുന തീരുമാനിച്ചു, ഇനി എനിക്ക് എൻ്റെ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേർന്നാൽ മതി. ഞാൻ ആ ഭഗവാന്റെ പാദങ്ങൾ കഴുകിക്കട്ടെ. ആ ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ലയിച്ചാൽ ഉണ്ടാകുന്ന ഒരു രസം സമുദ്രത്തിൽ പോയി എങ്ങനെയാ ഉണ്ടാവുക? സമുദ്രത്തിൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ നദി എന്ന തൻ്റെ വ്യക്തിത്വം ഇല്ലാണ്ടാവും. തനിക്ക് വലിയൊരു ആളിപ്പോൾ സമുദ്രമായിട്ടോ എന്ന രീതിയിൽ തന്നെ കുറിച്ചുള്ളതായ ഒരു വലിയ മതിപ്പുണ്ടാവിച്ചാലും വേണ്ടില്ല. ഉപ്പ് സമുദ്രത്തിൽ പോയിട്ട് ലയിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നദി യമുന തീരുമാനിക്കണോ, ഞാനിനി
സമുദ്രത്തിലേക്കൊന്നും ഒഴുകി പോകാൻ ഉദ്ദേശിക്കണില്ല. എൻ്റെ ഭഗവാൻ ഇതാ ഇവിടെ യമുനാ തീരത്തുണ്ടല്ലോ. ആ ഭഗവാന്റെ പാദങ്ങളിൽ വന്ന് ആ പാദങ്ങളെ കഴുകിച്ച് ആ പാദത്തിൽ നിന്ന് പാദം കഴുകിച്ചാൽ ഉണ്ടാകുന്ന കുളിർമയോടുകൂടി ഞാനിത് ഒഴുകട്ടെ എന്ന രീതിയിൽ യമുന ഭഗവാന്റെ പാദത്തിലേക്ക് ഓളങ്ങളായിട്ട് വരുമ്പോൾ, അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലേക്ക് വെറുതെ അങ്ങോട്ട് പോയാൽ ഗുരുവായൂരപ്പന് അത്ര സന്തോഷമാവാത്ത ആളൊന്നുമില്ല. എന്നാലും വേണ്ടില്ലേ പോണ സമയത്ത് കുറച്ച് പുഷ്പങ്ങളും കൂടി ആയാലോ. ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പോൾ അങ്ങനെയാണ്. തൊഴാൻ പോകുമ്പോൾ കുറച്ച് കയ്യിൽ പുഷ്പം കൂടി ആയി കഴിഞ്ഞാൽ ഭഗവാന് സന്തോഷമാണ്. അതും താമര പുഷ്പമാണെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ അത്ര സന്തോഷമാവാനായിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് താമര പുഷ്പങ്ങളുമായിട്ടാണ് ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്യാൻ പോകണത് എന്ന രീതിയിൽ യമുന ഇത് ഓളങ്ങളായി താമര പുഷ്പങ്ങളും മറ്റുമായി ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനെ അർച്ചനാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഗോപികമാരിത് കാണുക. ഗോപികമാര് ഭഗവാന്റെ വേണുഗാനം കേൾക്കണു, യമുനാ തീരത്ത് നിൽക്കണു, യമുനയുടെ പ്രവാഹം കാണണു. അപ്പൊ ഗോപികമാർക്ക് തോന്നുകയാണ് യമുന ഇപ്പോൾ സമുദ്രത്തിലേക്ക് ഒഴുകല്ല. ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ താമര പുഷ്പങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ വേണ്ടിയിട്ട് ഓളങ്ങളായിട്ട് ആ പാദത്തിൽ എത്തിച്ചേരുകയാണ്. പിന്നെ ഗോപികമാര് നോക്കുമ്പോൾ പശുക്കളെല്ലാം പുല്ലിങ്ങനെ വായിൽ വെച്ചിട്ട് പുല്ല് കിട്ടിയ അവർ ചവച്ച് തിന്നുക, പിന്നെ കുറച്ചവിടെ ഇങ്ങനെ സൈഡിൽ സൂക്ഷിക്കുക, എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടിയ വീണ്ടും അതിങ്ങനെ അയവിറക്കുക, അങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവം. പക്ഷെ അവർ പശുക്കളെ നോക്കുമ്പോൾ ആ പശുക്കള് കടിച്ച പുല്ലുമായിട്ട് അങ്ങനെ നിൽക്കുന്നതായ കാഴ്ചയെ കണ്ടത്. പുല്ല് കടിച്ചു നിൽക്കുന്നതായ പശുക്കൾ എന്താ അങ്ങനെ നിൽക്കാൻ കാരണം? ചിത്രം വരച്ച ചിത്രങ്ങളെ പോലെ അവര് നിശ്ചലങ്ങളായി മാറാൻ എന്താ കാരണം? അവരിത് കാത് കൂർപ്പിക്കുന്നുണ്ട്. ആ പശുക്കൾ ഓരോ പശുക്കളും കാതങ്ങനെ കുറിപ്പിച്ചുകൊണ്ട് എവിടുന്ന ഈ മധുര ഗാനം കേൾക്കണത്? നല്ല രാഗമാണല്ലോ ഈ പാട്ട് കേൾക്കണത് എവിടുന്ന? സ്വതം ഈ പാട്ട് കേട്ടാൽ ഏത് രാഗമാണെന്നും ചിന്തിക്കാൻ ഈ പശുക്കൾക്ക് അറിയില്ല, ചില വേണ്ടില്ല. ഭഗവാന്റെ അനുരാഗമയമായ വേണുഗാനം കേൾക്കുമ്പോൾ ആ പശുക്കളും കാതോർത്തുകൊണ്ട് ആ പാട്ടിൽ വേണുഗാനത്തിൽ രസിച്ചുകൊണ്ട് നിൽക്കുന്നതായ കാഴ്ചയാണ് ഗോപികമാര് കണ്ടത്. മാൻപേടകളും മറ്റും അത്തരത്തിൽ നിശ്ചലങ്ങളായി നിൽക്കുന്നു. കരിങ്കൽ പാറകളിലേക്ക് അവർ നോക്കിയപ്പോഴാണ് ആ പാറകൾ ഇങ്ങനെ അലിയുന്നുണ്ടോ എന്ന് സംശയമാണ്. ആ പാറകളെ പോലും അലിയിക്കുന്ന രീതിയിലായിരുന്നു ഭഗവാന്റെ മധുര വേണുഗാനം. പ്രകൃതിയുടെ അനുനിമിഷമുള്ളതായ പരിണാമം, പ്രവാഹം, അതെല്ലാം ഇപ്പോൾ ഭഗവാന്റെ പാദത്തിലേക്കുള്ള ഒരു പ്രവാഹമായിട്ട് മാറിയിരിക്കുന്നു. എങ്ങനെയാ മാറാണ്ടിരിക്കുക? ഈ പ്രകൃതിക്ക് മുഴുവൻ നാഥനാണ് ഭഗവാൻ. ഈ ജഗത്തിന്റെ സ്രഷ്ടാവാണ് ഭഗവാൻ. ഈ ജഗത്തിന്റെ രക്ഷിതാവാണ് ഭഗവാൻ. ഈ ജഗത്തിനെ ഇത്തരത്തിലൊരു ജഗത്തായി മാറിമറയുന്ന ലോകമായി, മായാലോകമായി നിലനിർത്തുന്നത് ഭഗവാനാണ്. എന്നിരിക്കെ ആ ഭഗവാന്റെ അടുത്തേക്കല്ലേ എല്ലാവരും എത്തിച്ചേരാനായിട്ട് കൊതിക്കുക. അപ്പൊ ഗോപികമാരെല്ലാവരും കൂടി ആലോചിച്ചു. എല്ലാവരും ഗുരുവായൂരപ്പന്റെ മുരളീ ഗാനവും കേട്ട് ആ പാട്ട് കേട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉത്സാഹിച്ച് പുറപ്പെടണു. എല്ലാവരും അങ്ങോട്ട് പുറപ്പെടുകയാണെന്ന് വെച്ചാൽ നമുക്കും കൂടി ഒന്ന് പോകണ്ടേ എന്നവർ കൂടി ആലോചിച്ചു. ഉണ്ണികൃഷ്ണന്റെ പാട്ട് കേൾക്കാൻ, മുരളീ ഗാനം കേൾക്കാൻ എല്ലാവരും പോകുന്നുണ്ട് വെച്ചാൽ നമുക്കും പോകണം എന്നവർ തീരുമാനിച്ചു. പോയാൽ മാത്രം പോരാ, യമുന പോലും താമര പുഷ്പങ്ങളുമായി ഭഗവാന്റെ പാദത്തിൽ ചെന്ന് അർച്ചനാദികൾ ചെയ്യുമ്പോൾ നമുക്കും ആ ഭഗവാന്റെ പാദങ്ങളെ ശുശ്രൂഷിക്കണം. ആ ശ്രീകൃഷ്ണ പാദ ശുശ്രൂഷ അല്ലാതെ കൊണ്ട് നമുക്കിനി ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട. നമ്മുടെയും നാഥനായി ഭഗവാനെ സ്വീകരിക്കണം, നമ്മുടെയും രക്ഷകനായി ഭഗവാനെ സ്വീകരിക്കണം. അങ്ങനെ ഭഗവാനോട് ചെന്ന് എന്നെയും രക്ഷിക്കണേ, എന്നെയും കൂടി ടീമിൽ കൂട്ടണം കേട്ടോ. ഭഗവാന്റെ ടീമിൽ കുറേ ആൾക്കാരുണ്ട്. ഭഗവാൻ പശുക്കളൊക്കെ മേച്ച് നടക്കുന്നതായ ടീമില് ഗോപന്മാരെ അനവധി ആൾക്കാരുണ്ട്. അവർ ഉത്സാഹം എഴുന്നേറ്റ് പശുക്കളെയും കൊണ്ട് പോകണ കൂട്ടത്തിൽ പോവുകയാണ് പതിവ്. ആ കൂട്ടത്തിലൊക്കെ പോവല് ഇവരും പതിവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്കാലത്തെ കൂട്ടുകൂടിയിട്ടുള്ളതായ കളികൾക്കൊപ്പം കളിക്കാൻ ഭഗവാനോടൊപ്പം പോകാൻ പറ്റാത്തതായ ഒരു കൗമാരപ്രായത്തിലേക്ക് അവര് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കുമാരിമാരെല്ലാവരും കൂടി ഭഗവാനെ വിട്ടുപിരിയാനാവാത്തത് കൊണ്ടും ഭഗവാന്റെ മുരളീഗാനം എപ്പോഴും കേൾക്കണമെന്നുള്ളതായ ആഗ്രഹം കൊണ്ടും
എങ്ങനെ ഈ കൃഷ്ണനെ സ്വന്തമാക്കാം എന്ന് ചിന്തിച്ചു. കൃഷ്ണനെ സ്വന്തമാക്കുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. കൃഷ്ണന്റെ സ്വന്തമാവുക എന്നുള്ള കാര്യം അത്ര എളുപ്പമല്ല. അതിനുള്ള എളുപ്പവഴി എന്താണെന്ന് അവർ ചിന്തിച്ചു, കൂടിയാലോചിച്ചു. കൂട്ടത്തോടു കൂടി അവർ അവരുടെ ഗുരുനാഥനായ ശാണ്ഡില്യ മഹർഷിയുടെ അടുത്ത് ചെന്നു. ശാണ്ഡില്യ മഹർഷിയോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു മോഹം മാത്രമേ ഉള്ളൂ, കൃഷ്ണനെ സ്വന്തമാക്കണം. കൃഷ്ണൻ ഞങ്ങളുടെ നാഥനാവണം. അതിനെന്താണൊരു എളുപ്പവഴി എന്ന് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, ഈ കൃഷ്ണനാള് എല്ലാവരോടും സ്നേഹമുള്ള ഒരാൾ തന്നെയാണ്. ആര് ചെന്ന് ആശ്രയിച്ചാലും അവരെ സ്വന്തമാക്കുകയും ചെയ്യും. പക്ഷേ കൃഷ്ണൻ മഹാമായാവിയാണ്. ഇങ്ങനൊരു ജാലവിദ്യക്കാരൻ കൃഷ്ണനെ പോലെ പറയില്ല. കൃഷ്ണന്റെ ജാലവിദ്യയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മായ എന്ന് പറയുന്നത്. ആ മായയെ ജയിച്ചാൽ മാത്രമേ ഈ കൃഷ്ണനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം മായയെ ജയിക്കാനായിട്ട് ഇപ്പം എന്താ വേണ്ടത്? അതിന് മായയെ തന്നെ ആശ്രയിക്കണം. മായാ ഭഗവതിയെ ആരാധിക്കണം. ആ ദേവി ഉപാസന ആരംഭിക്കണം. ആ ഭഗവത് സേവ കൊണ്ടല്ലാതെ കണ്ട് ഈ ഗുരുവായൂരപ്പനെ ഒരാൾക്കും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടിയ ഭഗവതി സേവയെ ആരംഭിക്കൂ, ദേവി ഉപാസന ആരംഭിക്കൂ. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഭഗവത് സേവ അറിയില്ല, ഞങ്ങൾ കുമാരിമാരാണല്ലോ, പെൺകുട്ടികളാണല്ലോ, ഭഗവത് സേവയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ വേണ്ട പോലെ ചെയ്തില്ല ശരിയാവുമോ? മഹർഷി പറഞ്ഞു, അതൊക്കെ സാരില്ല, ആ ഭഗവത് സേവയ്ക്കുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. ഭഗവതി സേവിക്കാനുള്ളതായ മന്ത്രം ജപിച്ചാൽ മതി. എന്താണ് ഭഗവതി സേവിക്കാനുള്ളതായ മന്ത്രം? മന്ത്രം വേറെ ഒന്നുമില്ല, ഭഗവതിയുടെ തിരുനാമങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി. ദേവിയെ ഓരോരോ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാതെ കണ്ടിരിക്കില്ല. ഏത് നാമം ജപിച്ചുകൊണ്ടാണ് ദേവിയെ വിളിക്കേണ്ടത്? മഹർഷി പറഞ്ഞു കൊടുത്തു. കാത്യായനി ദേവിയുടെ ഒരു പേരാണ്. കാത്യായനി എന്ന് വിളിച്ചാൽ മതി. മായയാണ് ദേവി, അതുകൊണ്ട് കാത്യായനി മഹാമായേ എന്ന് വിളിച്ചാൽ മതി. കാത്യായനി മഹാമായേ മഹായോഗിനി, യോഗിനിയാണ് ദേവി. ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓരോരുത്തരെയും യോജിപ്പിക്കുന്നത്, ഓരോ ജീവനെയും ആ പരമാത്മാവിൽ എത്തിക്കുന്നത് ആ മായാ ഭഗവതി തന്നെയാണ്. അതുകൊണ്ട് മഹായോഗിനി, അധീശ്വരി, ജഗദീശ്വരിയാണ് ദേവി. അങ്ങനെ ദേവിയുടെ കാത്യായനി, മഹാമായേ, മഹായോഗിനി, അധീശ്വരി എന്നുള്ള തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നന്ദകുമാരൻ നിങ്ങൾക്ക് സ്വന്തമാവണം എന്നതാണല്ലോ. അതുകൊണ്ട് അതും കൂടി ആ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തോളൂ. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി എന്ന് പ്രാർത്ഥിച്ച് നന്ദഗോപസുതം ദേവി, നന്ദകുമാരൻ, ഗോപരുടെ പുത്രനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ, പതിയാവണേ, ഞങ്ങളുടെ രക്ഷിതാവണേ, ഭർത്താവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി. നേരത്തെ നീട്ട് കുളിക്കാനൊക്കെ പോകണം കേട്ടോ. വൃശ്ചികം 1-ാം തീയതിയാണ്, നല്ല തണുപ്പുള്ള കാലമാണ്. മഞ്ഞുകാലാണെന്ന് വിചാരിച്ച് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയാൽ ഈ ഗുരുവായൂരപ്പനെ കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് വൃശ്ചികം 1-ാം തീയതി മുതൽ നേരത്തെ നീട്ട് കാളിന്തിയിൽ കുളിച്ച് തണുപ്പൊന്നും വകവയ്ക്കാതെ കണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ഏവം മാസം വ്രതം, ഒരു മാസമായിട്ട് ഇങ്ങനെ ഒരു വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ, കാത്യായനി വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് സ്വന്തമായി തീരും. അങ്ങനെ അവരെല്ലാവരും കൂട്ടത്തോടു കൂടി കാളിന്തിയിൽ കുളിച്ച് കരയിൽ ദേവിയുടെ കളം വരച്ച് കൂട്ടത്തോടുകൂടി പ്രാർത്ഥിച്ചതായ ആ മന്ത്രമാണ് ഈ കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമ എന്നുള്ളതായ പ്രാർത്ഥന. സാധാരണ ഒരു ദേവിയെ പൂജിക്കുകയാണെന്ന് വെച്ചാൽ ആ ദേവിയാണ് പ്രത്യക്ഷപ്പെടാറ്. ഒരു ദേവനെ പൂജിക്കുകയാണെന്ന് വെച്ചാൽ ആ ദേവനാണ് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാറ്. എന്നാൽ ഇവരുടെ കാത്യായനി പൂജ ഒരു മാസം കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനാണ് അവിടെ വന്നത്. ഭഗവാൻ കൂട്ടുകാരോടുകൂടി അവിടെ എത്തിച്ചേരുന്നു. അവരുടെ ഭക്തി എത്ര കണ്ടുണ്ട് എന്നുള്ളൊരു പരീക്ഷണമാണ് ആ വസ്ത്രാപഹരണം. അവർക്ക് ഈ ഡ്രസ്സിലാണോ കൂടുതൽ അറ്റാച്ച്മെന്റ്? ഈ ഡ്രസ്സിന്റെ അപ്പുറത്തേക്ക് അന്തര്യാമിയായ തന്നിലേക്കാണോ അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു പരീക്ഷണാർത്ഥമായിരുന്നു ഭഗവാൻ ആ വസ്ത്രങ്ങളെല്ലാം അപഹരിച്ചതും കരയ്ക്ക് കയറി എന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വന്തമാവാം എന്ന് പറഞ്ഞതും. അവർക്ക് സംശയമുണ്ടായില്ല. ഭഗവാനെ സ്വന്തമാക്കാൻ വേണ്ടി അവരവരുടെ ശരീര ചിന്ത ഉപേക്ഷിച്ചു. ഞാനെന്നോ എൻ്റെ എന്നോ അഹന്ത മമതകളുടെ കെട്ടുപൊട്ടിച്ചുകൊണ്ട് അവരിത് കരയ്ക്ക് കയറി സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാനും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനൊരു നമസ്കാരം
വേറൊരാളുണ്ടായിട്ടില്ല. പലരും വന്ന് നമസ്കരിക്കലും പതിവുണ്ട്. ഷർട്ടിൽ ചളിയായാലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ നമസ്കാരം. ഇവരാവട്ടെ സ്വശരീരത്തിലുള്ള അഹന്തയെയും മമതയെയും വിട്ടുകൊണ്ട് ആത്മാരാമകളായി അവധൂതകളായി ശരീരചിന്ത വിട്ട് ആത്മബോധത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് തന്നെ നമസ്കരിച്ചതായ അവരുടെ നമസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ ആശ്രയിച്ചവരായിട്ട്, ഇങ്ങനെ എന്നെ ഭജിച്ചവരായിട്ട്, ഇങ്ങനെ എന്നിൽ ശരണാഗതകളായിട്ട് നിങ്ങളെപ്പോലെ ഈ ലോകത്തിൽ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ നമസ്കാരത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ കൂട്ടിയാൽ നിങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്നെ മാത്രമേ വേണ്ടൂ. എന്നെ മാത്രം കിട്ടാനാണല്ലോ നിങ്ങൾ നമസ്കരിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്വന്തമാണ്. ആ ഭഗവാൻ സ്വന്തമായതാണ് ഗോപികമാരനുഭവിച്ചതായ രാസലീല എന്ന അത്ഭുതകരമായ ഡാൻസ്. ഭഗവാനെ സ്വന്തമാക്കാൻ ഇത്ര മാത്രമേ വേണ്ടൂ, ഈ ഒരു ശരണാഗതി. പക്ഷെ നമുക്കത് എളുപ്പമല്ല, പറയാൻ എളുപ്പമാണ്. ആ ശരണാഗതിയുടെ ഉദാത്തമായ ഭാവമാണ് ഞാൻ ചില വഴിപാടൊക്കെ കഴിച്ചു കേട്ടോ, നമ്മൾ പറയണം. ഗുരുവായൂർ പോയിട്ടെ ഞാൻ ചില വഴിപാടൊക്കെ കഴിച്ചു. അത് ഞാൻ വഴിപാട് കഴിക്കലാണ്. ഗോപികമാരാവട്ടെ എന്നെ തന്നെ വഴിപാട് കഴിക്കലാണ്, എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കലാണ്. ഗുരുവായൂർ അങ്ങനെ ഒരു നടതള്ള എന്നുള്ളൊരു വഴിപാട് ഇപ്പം അത് അത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മ എടുത്ത് ഉമ്മ വെച്ച് മെങ്ങിന്നും അവിടെ കൊണ്ടുപോയിട്ടാ കൊടിമരത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കിടത്തും. ഗുരുവായൂർ നടതള്ളുക എന്നാ പറയും. അമ്മയുടെ ഉണ്ണിയായിട്ടാണ് ഞാൻ ജനിച്ചത് വെച്ചാൽ വേണ്ടില്ല, ഗുരുവായൂരപ്പൻ അങ്ങോട്ട് സമർപ്പിക്കലാണ്. അവിടെ കിടത്തി കഴിഞ്ഞാൽ പിന്നെ കാവൽക്കാരെങ്കിലും വന്നെടുത്ത് തിരിച്ചു തരികയാണെന്ന് വെച്ചാൽ കൊണ്ടുതരാം. ലേശവന് ഗുരുവായൂരപ്പൻ്റെ ആളായിട്ട് മാറും, തിരിച്ചു തന്നാലും ഗുരുവായൂരപ്പൻ്റെ ആളായിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു സമർപ്പണം. ഇങ്ങനെ ഒരു ഭഗവാനെ സമർപ്പിച്ച ആള് വളരെ കുറവാണ്. ഗോപികമാരെ പോലെ ഒരാളുണ്ട്, മഹാബലി. വാമനാവതാര ചരിത്രത്തിൽ മഹാബലിയുടെ കഥ എങ്ങനെയാണ്? മൂന്നാമത്തെ അടിക്ക് ഞാൻ എവിടെയാണ് കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹാബലി കുമ്പിട്ടുകൊണ്ട് ആ തൃപ്പാദം എന്റെ ശിരസിൽ വെക്കൂ, എന്റെ അഹങ്കാരല്ലേ, എന്താ വേണ്ടച്ചാ ചോദിച്ചോളൂ, എന്തും തരാൻ കഴിവുള്ളവനാണ് ഞാൻ, ലോകാനാം ഏകം ഈശ്വരം എന്നൊക്കെ മഹാബലി അഹങ്കരിച്ചുകൊണ്ട് ഭഗവാനോട് പറയുന്നുണ്ട്. അഹങ്കാരം തീർന്ന് രണ്ടടികൾ കൊണ്ട് ത്രിവിക്രമനായിട്ട് എല്ലാം ഭഗവാൻ അളന്നെടുത്തപ്പോൾ മൂന്നാമത്തെ അടിക്ക് ഞാൻ എവിടെയാണ് ഈ കാല് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ തല താഴ്ത്തി കുമ്പിട്ട് ആ തൃപ്പാദം എന്റെ ശിരസിൽ വെക്കൂ, എന്നെ അവിടുന്ന് സ്വീകരിക്കൂ. ആ ഒരു ആത്മനിവേദനമായിരുന്നു മഹാബലിയുടെ ഭക്തി. അങ്ങനെ ഒരു ആത്മനിവേദന ഭക്തിയിലേക്ക് മഹാബലി എത്തിച്ചേരാൻ കാരണമുണ്ട്. മഹാബലിയുടെ മുത്തശ്ശൻ അത്തരത്തിൽ വാത്സലിച്ചത് കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നത്. മഹാബലിയുടെ മുത്തശ്ശനാണ് പ്രഹ്ലാദൻ കുട്ടിക്കാലത്ത് ആ പേരക്കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചതായ പാഠങ്ങളാണ് ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ ആത്മനിവേദന ഡിഗ്രിയാണ് കേട്ടോ നേടേണ്ടത് എന്ന് കുട്ടിക്കാലം മുതലേ പഠിപ്പിച്ചത് കൊണ്ടാണ് അത്തരമൊരു ആത്മനിവേദനം, സ്വയം സമർപ്പിക്കല് മഹാബലിക്ക് സാധിച്ചത്. അങ്ങനെ മഹാബലിയെ പോലെ മഹാത്മാക്കളായി അത്തരമൊരു ആത്മസമർപ്പണം ചെയ്തവര് ലോകത്തിൽ വളരെ വളരെ വിരലിൽ എണ്ണാവുന്നവരെയുള്ളൂ. അങ്ങനെ ഒരു ആത്മസമർപ്പണമാണ് ഇപ്പോൾ ഗോപികമാരുടെയും ഭക്തിയായിട്ട് ഭഗവാന് കാണാൻ സാധിച്ചത്. ആ ഗോപികമാരോട് ഭഗവാൻ പറയണു, ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആ വ്യത്യാസമില്ലാത്ത, ദ്വൈതഭാവങ്ങളില്ലാത്ത അദ്വൈതമായ തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ ജീവനും ഇങ്ങനെ ഉയരാനുള്ളതായ അവസരം ഈ ജീവിതത്തിലുണ്ട്. ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ ഭേദഭാവം വിട്ട് പരമാത്മതലത്തിലേക്ക് ഉയരാൻ എല്ലാവർക്കും ഇവിടെ അവസരമുണ്ട്. നിങ്ങൾ ആ അവസരം വേണ്ട പോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളും ഞാനും ഒന്നാണ്. ആ ഒന്നാണെന്നുള്ള കാര്യം,
ഒന്നാവാനുള്ള എളുപ്പവഴി ഇതാണെന്നുള്ള കാര്യം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്, ലോകർക്ക് അത് അനുഭവപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡാൻസിൻ്റെ നടികളായി, നർത്തകികളായി നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാലം അനുകൂലമാവട്ടെ, അടുത്ത ശരൽക്കാലത്ത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്കൊന്നിച്ച് യമുനാ തീരത്ത് ആടിപ്പാടി നൃത്തം വെച്ച് ലോകരെ ആനന്ദസാഗരത്തിൽ ആറാടിക്കാം എന്നതായിരുന്നു ഒരു ഭക്തന്റെ ഭഗവാനുമായി ലയിച്ചു ചേരുന്ന ഭക്തിയുടെ ലയമായിരുന്നു ആ രാസലീല എന്നതായ നാട്യം. അപ്പൊ ഈ വേണുഗാനത്തിൽ നിന്നാണ്, ഭഗവാന്റെ മുരളീഗാനത്തിൽ നിന്നാണ്, ആ രാഗ തരംഗങ്ങളുടെ ശബ്ദ തരംഗങ്ങളുള്ളിൽ വന്ന് ഉണ്ടായ മനം മാറ്റത്തിൽ നിന്നാണ് അത്തരത്തിൽ ഗോപികമാരെല്ലാവരും ഭഗവാന്റെ സ്വന്തമായി തീർന്നത്. അങ്ങനെ നമ്മളെയും ഗോപികമാരെ പോലെയുള്ള ഭക്തി തലത്തിലേക്ക് ഉയരാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ നമ്മുടെ അടുത്തേക്കും രാധയുടെ രമണനായതുപോലെ നമ്മുടെയും രമണനായും കൊണ്ട്, നമ്മുടെയും നാഥനായും കൊണ്ട്, നമ്മുടെയും കൂടെ എപ്പോഴും വിട്ടുപിരിയാത്ത കൂട്ടുകാരനായും കൊണ്ട് ഭഗവാൻ വരാനിത് തയ്യാറാവുന്നു. അതിനായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു വേണുഗോപാല സ്വരൂപത്തെ വർണ്ണിക്കുന്നതായ അധ്യായം കാത്യായനി പൂജ എന്നുള്ളതായ 22-ാമത്തെ അധ്യായം. 2 അധ്യായം ഞാൻ വായിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരേ. 21-ാമോऽധ്യായ. ശ്രീശുക ഉവാച. കൃഷ്ണ ഹരേ. ശ്രീശുക ഉവാച. ഇത്തം സജലം പത്മാകരസുഗന്ധിന യവിശദ്വായുനാവാതം സ ഗോപാലഗോച്യുത കുസുമിതവനരാജി സുഷ്മിഭൃംഗദ്വിജകുലഘുഷ്ടസരസരിന്മഹീധ്രം മധുപതിരവഗാഹ്യ ചാരയൻ ഗാ സഹ പശുപാലബലശ്ചുകൂയ വേണു തദ്വ്രജസ്ത്രിയ ആശ്രുത്യ വേണുഗീതം സ്മരോദയം കാശ്ചിൽ പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോന്വർണ്ണയൻ തദ്വർണ്ണയിതുമാരബ്ധാഃ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്തമനസോ നൃപ ബരുഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി ഗോവിന്ദ ഗോവിന്ദ. ഇതി വേണുരവം രാജൻ സർവഭൂതമനോഹരം ശ്രുത്വാ വ്രജസ്ത്രിയഃ സർവാ വർണ്ണയന്ത്യോഭിരേമിരേ ഗോപ്യ ഊചു അക്ഷണ്വതാം ഫലമിദം ന പരം വിദാമ സഖ്യ പശൂനനു വിവേശയതോർവയസ്യൈ വക്ത്രം വ്രജേശസുതയോരനു വേണുജുഷ്ടം യൈർവാ നിപീതമനുരക്ത കടാക്ഷമോക്ഷം ചൂതപ്രവാളബർഹസ്തപകോൽപലാബ്ജമാലാനുവൃക്തപരിധാന വിചിത്രവേഷൗ മധ്യേ വിരേജതുരലം പശുപാലഗോഷ്ഠ്യാം രംഗേ യഥാ നടവരൗ ക്വച ഗായമാനൗ ഗോപ്യക്കിമാചരദയം കുശലം സ്മ വേണുർദാമോദരാധരസുധാമപി ഗോപികാനാം ഭുങ്ക്തേ സ്വയം യദവശിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വജോശ്രുമുമുജുസ്തരവോ യഥാര്യാ വൃന്ദാവനം സഖി ഭുവോ വിതനോതി കീർത്തിം യദ്ദേവകീസുതപദാംബുജലബ്ധലക്ഷ്മീ ഗോവിന്ദവേണുമനുമത്തമയൂരനൃത്യം പ്രേക്ഷ്യാദ്രിസാന്വപരതാന്യ സമസ്തസത്വം ധന്യാസ്മ മൂഢമതയോപി ഹരിണ്യേതാ യാ നന്ദനന്ദനുപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരണിതം സഹ കൃഷ്ണസാരാ പൂജാം ദധുർവിരചിതാം പ്രണയാവലോകൈ കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരി രൂപശീലം കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം ശ്രുത്വാ ചതൽ കൊണിതവേണു വിചിത്രഗീതം ദേവ്യോ വിമാനഗതയ സ്മരനുന്നസാര ഭ്രശ്യൽ പ്രസൂനകബര മുമുഹുർവിനീവ്യ ഗാവശ്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത പീയൂഷമുത്തഭിത കർണപുടൈ പിബന്ധ്യ
ശാബാസ്തുതസ്തനപയ കബളാസ്മതസ്ഥുർഗോവിന്ദമാത്മനി ദൃശാശ്രുകലാ സ്പൃശന്ത്യ പ്രായോപതാംബ വിഹഗ മുനയോ വനേസ്മിൻ കൃഷ്ണേക്ഷിതം തദുദിതം കളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാൻ രുചിരപ്രവാളാൻ ശൃണ്വന്ത്യമീലിതദൃശോ വിഗതാന്യവാച നദ്യസ്തദാ തദുപധാര്യ മുകുന്ദഗീതമാവർത്തലക്ഷിത മനോഭവ ഭഗ്നവേഗ ആലിംഗനസ്ഥഗിതമൂർമി ഭുജൈർമുരാരേർഗൃഹന്തി പാദയുഗളം കമലോപഹാര ദൃഷ്ട്വാ തപേ വ്രജപശൂൻ സഹ രാമഗോപൈ സഞ്ചാരയന്തമനു വേണുമുദീരയന്തം പ്രേമപ്രവൃദ്ധൗദിത കുസുമാവലീഭി സഖ്യുർവ്യഥാൽ സ്വപുഷാംബുദ ആതപത്രം പൂർണ്ണാ പുളിന്ദ്യ ഉരുഗായ പദാബ്ജരാഗ ശ്രീ കുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന തദ്ദർശന സ്മരരുജസ്തൃണരൂഷിതേന ലിംബന്ത്യ ആനനകുചേഷു യഹുസ്തദാധിം ഹന്തായ മദ്രിരബലാ ഹരിദാസവര്യോ യദ്രാമകൃഷ്ണചരണ സ്പർശ പ്രമോദ മാനം തനോതി സഹ ഗോഗണയോസ്തയോര്യൽ പാനീയസൂയവസകന്ദര കന്ദമൂലൈ ഗാഗോപകൈരനുവനം നയതോരുദാരവേണുസ്വനൈ കളപദൈസ്തനുഭൃത്സു സഖ്യ അസ്പന്ദനം ഗതിമതാം പുളകസ്തരൂണാം നിർയോഗപാശകൃതലക്ഷണയോർവിചിത്രം ഏവം വിധാ ഭഗവതോ യാ വൃന്ദാവനചാരിണ വർണ്ണയന്തിയോ മിഥോ ഗോപ്യ ക്രീഡാസ്തന്മയതാം യയു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹസ്യ സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വേണുഗീതം നാമ ഏകവിംശതിതമോധ്യായ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായത്തിലാണ് കാത്യായനി പൂജ്യ ഗോപികമാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത്. അഥ ദ്വാവിംശതിതമോധ്യായ. ശ്രീശുക ഉവാച.